അങ്ങനെ കേജ്രിവാൾ പറയുന്ന കാര്യങ്ങളെ പൂർണ്ണമായും ഖണ്ഡിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം നിങ്ങൾ പറയുന്ന കാര്യം തന്നെ വേറൊരു രൂപത്തിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ ജയിലിലടയ്ക്കാം എന്ന രൂപത്തിലേക്ക് തീരുമാനം പോകുന്നു. അതാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കറൻസിൽ ഇപ്പോൾ ലക്ഷ്മിയുടെയും ഗണപതിയുടെയും ഫോട്ടോ വെക്കണമെന്ന കേജ്രിവാൾ നേരത്തെ പറഞ്ഞത് നമുക്കറിയാം. മുസ്ലിം രാജ്യമായിട്ടും നോട്ടീസിൽ ഗണപതിയുടെ ചിത്രം ഇന്തോനേഷ്യ വെക്കുന്നുണ്ടെന്ന കഥ വരെ കേജ്രിവാൾ പറഞ്ഞാണ്. ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ എതിർക്കണമെന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ കേജ്രിവാളിന് അത് നിങ്ങൾക്കെതിരെ നിങ്ങൾ അതേ നാണയത്തിൽ തിരിച്ചടിക്കണമെന്നറിയാം. അപ്പോൾ ആ രൂപത്തിൽ നിങ്ങളുടെ വോട്ട് ബാങ്കിൽ കടന്നു കയറുന്ന നേതാവ്, ആ നേതാവിനെ ഇനി എങ്ങനെയാണ് നിങ്ങൾ നേരിടാൻ പോകുന്നത്? അദ്ദേഹം പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. 15 ദിവസം 21 ദിവസമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഈ 15 ദിവസത്തിനകം ചില തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം ഇന്ന് പ്രസംഗിക്കുമ്പോൾ പറയുകയാണ്. അല്ല സ്മൃതി, നിങ്ങൾക്കൊക്കെ കേജ്രിവാളിനോട് തോന്നുന്ന ഈ വലിയ വലിയ ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടല്ലോ, അതവിടെ നിൽക്കട്ടെ. ഞാൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം ഒന്നും കൂടി പരിശോധിക്കാൻ ഉള്ള ശ്രമം നടത്തുക. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ വാരണാസി പോയി മോഡിക്കെതിരായിട്ട് മത്സരിച്ചത്. എത്ര വോട്ട് കിട്ടി? കഴിഞ്ഞ തവണ ഗോവയിൽ പോയി മത്സരിച്ചു. ഹനുമാൻ ചാലിസയും അതുപോലെ അന്ന് പള്ളിയിലും കയറി ഇറങ്ങി. അവിടെ പോയിട്ട് എത്ര സീറ്റ് കിട്ടി അവിടെ? കഴിഞ്ഞ തവണ ഗുജറാത്തിൽ പോയി നരേന്ദ്രമോദിയെ ഇല്ലായ്മ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നല്ലോ അദ്ദേഹം ഗുജറാത്തിൽ പോയത്. ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടിക്ക് എത്ര സീറ്റ് കിട്ടി? അതിനൊപ്പം ആം ആദ്മി ചെന്നപ്പോൾ കോൺഗ്രസ്സുകാരും തകർന്നടിക്കും. ഇതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇതിനേക്കാൾ വില്ലാളി വീരനായിട്ട് നിൽക്കുകയായിരുന്നില്ലേ? ഡൽഹി ലോക്സഭയിൽ എന്താ സംഭവിച്ചത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞു എന്ന് പറയുമ്പോഴാണല്ലോ നിയമസഭയിൽ വീണ്ടും വീണ്ടും ഉയർന്നു വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ഞാൻ എൻ്റെ സ്മൃതി ഒന്ന് മുഴുവൻ പൂർത്തിയാക്കാൻ സമ്മതിക്കുമോ? ശരിയാണ്, സ്മൃതിയുടെ വാദഗതി വേണമെങ്കിൽ സ്മൃതിക്ക് ഉന്നയിക്കാം. ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള സാഹചര്യം വേറെയാണ്, വോട്ടിങ്ങിൻ്റെ രീതി വേറെയാണ്. 2019 ഡൽഹിയിലെ 7 സീറ്റും BJP ജയിച്ചു. അന്ന് കോൺഗ്രസിന് എത്ര ശതമാനം വോട്ടുണ്ടായിരുന്നു? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എത്ര ശതമാനം വോട്ടുണ്ടായിരുന്നു? ആ കണക്ക് വച്ചാൽ ഇത്തവണയും ഡൽഹി ഞങ്ങൾ സ്വീപ്പ് ചെയ്യും. ഇപ്പം ഡൽഹിയിലാണല്ലോ ഈ 7 സീറ്റിന് വേണ്ടിയിട്ടാണല്ലോ ഈ വലിയ ബഹളം മുഴുവൻ. ഞങ്ങൾക്കൊരു സംശയമില്ല, ഡൽഹിയിലെ 7 സീറ്റും ക്ലീൻ സ്വീപ്പ് നടത്താൻ കഴിയുന്ന നിലയിലാണ് BJP ഉള്ളത്. ഇനി കേജ്രിവാൾ, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, പഴയ കേജ്രിവാളല്ല, ഇന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ കേജ്രിവാൾ. നിങ്ങൾ പറയുന്ന അദ്ദേഹത്തിൻ്റെ വീരേതിഹാസത്തെക്കുറിച്ചാണ്. ഇത് അഴിമതി കേസിൽപ്പെട്ട് 19 ദിവസം ജയിലിൽ കിടന്ന അഴിമതിക്കാരനായ ഇടക്കാല ജാമ്യത്തിലിറങ്ങിയ കേജ്രിവാളാണ്. അത്തരം ഒരു വ്യക്തി ചെന്ന് ഡൽഹിയിലും ഇന്ത്യയിലെ മറ്റു നഗരങ്ങളിലും പോയി പ്രസംഗിക്കുമ്പോൾ പോക്കറ്റടിക്കാരൻ വന്ന് വോട്ട് ചോദിക്കുന്നത് പോലെയുള്ളൂ. ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെയും മറ്റും ഗതികേടാണ്. ഇത്തരം ഒരാളെ മുന്നിൽ നിർത്തി രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും അതുപോലെ ഖാർഗെയും ഒക്കെ പിൻസീറ്റിലേക്ക് മാറ്റി, അല്ലെങ്കിൽ അഖിലേഷ് യാദവിനെ പിൻസീറ്റിലേക്ക് മാറ്റി. പോക്കറ്റടിക്കാരനെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന കേജ്രിവാളിനെ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകി പുറത്തിറങ്ങുമ്പോൾ പറഞ്ഞ കാര്യം എന്താണ്? അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ്, അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനിറങ്ങാം, അദ്ദേഹം ഇവിടുന്ന് ഒളിച്ചോടി പോകില്ല എന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ അദ്ദേഹത്തെ വേറെ ഒരു കള്ളൻ എന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. അതിനും ഇന്ന് കേജ്രിവാൾ മറുപടി പറയുന്നുണ്ട്. വലിയ വലിയ കള്ളന്മാരെ നിങ്ങളുടെ കൂടെ ചേർത്ത് ഇപ്പോൾ കള്ളനല്ല എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു. നിങ്ങളുടെ കൂടെ ചേരുമ്പോൾ കള്ളന്മാരല്ലാതാകും. അതെങ്ങനെ? സ്മൃതി, ഞാൻ സംസാരിച്ചതിന് ശേഷം താങ്കൾക്ക് സംസാരിക്കാം. ഞാൻ എൻ്റെ മനസ്സിലുള്ള ഒരു സാധനം പ്രസൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ കയറി സംസാരിച്ചാൽ അവിടെ ഒരു ഫ്ലോയിൽ തടസ്സം ഉണ്ടാകുന്നു. എനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് സംസാരിക്കാം, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുഴുവൻ മറുപടി പറയാം, പക്ഷേ ഇടയ്ക്ക് കയറി സംസാരിച്ച് ബുദ്ധിമുട്ടിക്കരുത്. ഇതൊരു റിക്വസ്റ്റാണ്. നിങ്ങളുടെ ചർച്ചയിൽ പലപ്പോഴും ഈ അനുഭവം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു പ്രശ്നമല്ല. അദ്ദേഹത്തിന് 8 or 9 തവണ സമൻസ് അയച്ചു. ഈ ഓരോ തവണയും അദ്ദേഹം ഹാജരായില്ല. നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ഒരു അന്വേഷണ ഏജൻസി സമൻസ് അയച്ചിട്ട് ഹാജരായില്ലെങ്കിൽ അതൊരു കുറ്റകൃത്യമാണ്, അറിയാമോ? അത്തരത്തിലൊരു കുറ്റകൃത്യം ചെയ്ത ആളെയാണ് 9 തവണ കഴിഞ്ഞിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത്.
ചോദ്യം ചെയ്യുന്നതിന് വഴങ്ങാതെ വന്ന സമയത്ത് അറസ്റ്റിനെയും ചോദ്യം ചെയ്താണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. അത് അടുത്ത ആഴ്ച പരിഗണിക്കാനിരിക്കുന്നു. അതെ, സുപ്രീം കോടതി അതൊക്കെ പരിശോധിക്കട്ടെ, അറസ്റ്റിനെ കുറിച്ചൊക്കെ. പക്ഷെ ഒരു കാര്യം സ്മൃതി മറന്നുകൂടാ, അതിനെ ചോദ്യം ചെയ്ത് ഹർജി നിലനിൽക്കുന്ന സമയത്താണ് കോടതി നൽകിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 50,000 ഉറുപ്പിക കെട്ടിവെച്ചിട്ട് ഒരാളുടെ ജാമ്യം കൊടുത്തിട്ട് ഇദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയത്. അതുകൊണ്ട് ഇടക്കാല ജാമ്യത്തിൽ ഇറങ്ങിയത്. അതിനർത്ഥം എന്താ? ആ കേസ്, നിലവിലുള്ള കേസ് അക്സെപ്റ്റ് ചെയ്തു എന്നാണ് അവിടെ. ഇൻഡയറക്ട്ലി ഹി അക്സെപ്റ്റ് ദാറ്റ് കേസ്. അല്ലെങ്കിൽ അദ്ദേഹം ഇടക്കാല ജാമ്യത്തിൽ ഇറങ്ങരുത്. രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്ന് കൃത്യമായി കോടതിക്ക് ബോധ്യപ്പെടുകയല്ലേ ശ്രീ ഹരിദാസ്? നിങ്ങൾക്ക് കേജ്രിവാളിനെ 2022 മദ്യ നയ അഴിമതി കേസ് ഉണ്ടാകുന്ന ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യാമായിരുന്നു. അപ്പോൾ അറസ്റ്റ് ചെയ്തില്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന് ആലോചിക്കാമായിരുന്നു, അത് ചെയ്തില്ല. ഈ 1.5 വർഷം നിങ്ങൾ എവിടെയായിരുന്നു എന്ന ചോദ്യം എന്തുകൊണ്ടാണ് ഉയരുന്നത്? ഈ സമയത്ത് എന്തിന് അറസ്റ്റ്? നിങ്ങളുടെ രാഷ്ട്രീയ ദുഷ്ലാക്ക് കോടതിക്ക് ബോധ്യമായത് കൊണ്ടല്ലേ? എന്റെ സ്മൃതി അല്ല സ്മൃതിക്ക് ആം ആദ്മിയുടെ വക്കാലത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാദിക്കാം. ഇതൊന്നും സുപ്രീം കോടതി പരിശോധിച്ചിട്ടില്ല. സുപ്രീം കോടതി പറഞ്ഞത് എന്താ? ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ജയിലിലാണ്, അയാളെ ഇതിനു മുമ്പ് പലരും ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. ആർ ബാലകൃഷ്ണമുള്ള ജാമ്യത്തിൽ ഇറങ്ങിയിട്ടില്ലേ? ലാലു പ്രസാദ് യാദവിനെ ശിക്ഷിച്ചതാണ് കോടതിയിലാണ്, ജയിലിലായിരുന്നു. ഇപ്പൊ പരോളിൽ ഇറങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നില്ലേ? അതേപോലെ പലരും പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ കൂട്ടത്തില് ബാലകൃഷ്ണപിള്ളയെ പോലെ, ലാലു യാദവിനെ പോലെ കേജ്രിവാളും ഇറങ്ങി. അത്രേ അതിനുള്ള രാഷ്ട്രീയ പ്രാധാന്യമുള്ളൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ജയിലിൽ കിടക്കുന്ന ഒരാളെ തടയാൻ നോക്കിയത് അവസാന നിമിഷവും എന്തിനാണ് തടയാൻ ശ്രമിച്ചത്? ഇറങ്ങരുത് എന്ന ആലോചന ഞങ്ങൾ തടയുന്നു. ഞാൻ എൻ്റെ സ്മൃതിയോട് എനിക്ക് ഇതിനകത്ത് വാദിച്ച് ജയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ചോദിക്കാത്ത ഒരു ആവശ്യം, ഒരു പ്രതി ഉന്നയിക്കാത്ത ഒരു ആവശ്യം കോടതി അംഗീകരിച്ച് കൊടുക്കുന്ന സമയത്ത് അത് ശരിയല്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്വം അവിടുത്തെ അന്വേഷണ ഏജൻസിക്കില്ലേ? അത് അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, അതിന്റെ വക്കീലന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പിന്നെ കോടതി എടുക്കുന്ന ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പ് ആ രൂപത്തിൽ നടക്കേണ്ടതുണ്ട് എന്ന ബോധ്യത്തിൽ നിന്നാണ് അങ്ങനെ ഒരു നിലപാടിലേക്ക് വരുന്നത്, അല്ലേ? ഒരു കാര്യം ചെയ്യും, സ്മൃതി സംസാരിച്ചോളൂ, ഞാൻ ഇവിടെ നിർത്താം. ദേവി ഇത് എന്നെ ഒഴിവാക്കുക. ഇടയ്ക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാനേ പാടില്ല എന്ന് പറയുന്നത് ഏത് രീതിയാണ്? താങ്കൾ എത്ര കാലമായി ചർച്ചയിൽ പങ്കെടുക്കുന്നു ശ്രീ KVS? താങ്കൾ ശാന്തമായി പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി താങ്കൾക്ക് അമിതമായ രോഷമാണ്. അല്ലല്ല സ്മൃതി, എനിക്ക് രോഷമല്ല. പക്ഷെ സംസാരിക്കുന്ന സമയത്ത് കയറി ഇടപെടുന്ന രീതി അതൊരു സാമാന്യ മര്യാദയുടെ ലംഘനമാണ്. നിങ്ങൾ മറ്റുള്ളവർ ഒരു ഘട്ടത്തിൽ പോലും അല്ല നിങ്ങൾ മൂന്ന് പേര് വേറെയുണ്ട്. ആ 3 പേരോട് സ്മൃതിക്ക് ഒരു നാവനങ്ങിയില്ല. അവർ വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞപ്പോഴും അവരുടെ അവകാശവാദങ്ങൾ ഉന്നയിച്ചപ്പോഴും മിണ്ടിയില്ല. നിങ്ങൾ രാഷ്ട്രീയത്തിന് ചേരാത്ത നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ആക്ഷേപം. ഞാൻ ഇറങ്ങിപ്പോവാതിരിക്കാം, പക്ഷേ ഇത്തരത്തിലുള്ള ചൊറന്നാൽ BJPയുടെ പലരും ഇറങ്ങിപ്പോയിട്ടുണ്ട്. അറിയാലോ സ്മൃതിക്ക്, പലരും ഇറങ്ങിപ്പോയിട്ടുണ്ട് നിങ്ങളുടെ ചർച്ചയിൽ നിന്ന്. ഞാൻ ഇറങ്ങിപ്പോകാത്തത് ഞാനൊരു മാധ്യമപ്രവർത്തകൻ ആയതുകൊണ്ട് കൂടിയാണ്, ഒരു മാധ്യമപ്രവർത്തകനായിരുന്നത് കൊണ്ട് കൂടിയാണ്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ അടുത്ത ആളോട് ചോദ്യം ചോദിച്ചോളൂ. പോയിന്റ് പൂർത്തിയാക്കിയിട്ട് ഞാൻ ഇടവേളയിലേക്ക് പോകും. താങ്കൾ പൂർത്തിയാക്കും. ഞാനില്ല, എനിക്കിനി ഒന്നും പറയാനില്ല. നിങ്ങൾ സംസാരിച്ചോളി, ഞാൻ ഇറങ്ങി പോകുന്നില്ല ഇവിടുന്ന്. ഇങ്ങനെ പിണങ്ങാൻ മാത്രം എന്താ ഉണ്ടായത്? ഞാൻ ഇടയ്ക്കൊരു ഉപചോദ്യം ചോദിക്കുകയല്ലേ ചെയ്തുള്ളൂ. ഒരിക്കലല്ല സ്മൃതി. കഴിഞ്ഞ ഒന്ന് റീപ്ലൈ ചെയ്ത് നോക്ക്. കഴിഞ്ഞ 4 മിനിറ്റിനിടയ്ക്ക് എത്ര തവണ നിങ്ങൾ ഇടപെട്ടു എന്ന്. ഞാൻ ഒരു കാര്യം, എൻ്റെ കാര്യം പ്രസന്റ് ചെയ്യാൻ ഞാൻ മനസ്സുകൊണ്ട് തയ്യാറായി വരുമ്പോൾ നിങ്ങളുടെ ഇടപെടൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഞാനത് സൂചിപ്പിച്ചു താങ്കളോട്. ശരി, ഞാനത് സൂചിപ്പിച്ചു എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണമെന്ന്. അതിനുശേഷവും താങ്കൾ അതിനകത്ത് ഇടപെടാൻ ശ്രമിച്ചു. താങ്കൾക്ക് അതിനകത്ത് ഒരു അമിത ആവേശം കാണിക്കുക ആങ്കറുടെ ജോലിയല്ല താങ്കൾ ചെയ്യുന്ന പലപ്പോഴും.
ആങ്കറുടെ ജോലിയല്ല. അതിനേക്കാൾ ഉപരി രാഷ്ട്രീയ നേതാവിനെ പോലെ പെരുമാറുന്നത് കൊണ്ടാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവരെയും കൊണ്ട് ആങ്കർ എന്ന നിലയിൽ കോർഡിനേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്, ചോദ്യം ചോദിക്കാനുള്ള അധികാരവുമുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് കടന്നാൽ അത് മനസ്സുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഞാൻ ഒരു ചർച്ചയിൽ ഇതുവരെ ഇറങ്ങിപ്പോയിട്ടില്ല. ആകപ്പാടെ കൈരളി ചാനലിൽ നിന്ന് ഒരിക്കലേ ഇറങ്ങിപ്പോയിട്ടുള്ളൂ. അത് സഹി കെട്ടപ്പോഴാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവില്ല. കാരണം എനിക്ക് നിങ്ങളുടെ ചാനലിനോടുള്ള അടുപ്പവും ബഹുമാനമുണ്ട്. കുറേ അതിനകത്തുള്ള തലപ്പത്തുള്ള പലരോടുള്ള വ്യക്തിപരമായ അടുപ്പവും കൂടിയുണ്ട്. ഞാൻ ഇറങ്ങിപ്പോകുന്നില്ല. പക്ഷേ നിങ്ങളെപ്പോലുള്ളവർ അത് ശ്രദ്ധിക്കണം, മേലാലെങ്കിലും. അത്രേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. നിങ്ങൾക്കൊക്കെ ഒരുപാട് വർഷത്തെ എന്താ പറയുക, മാധ്യമരംഗത്ത് ഇനി ഒരുപാട് കാലം മുന്നോട്ട് പോകാനുണ്ട്. അതുകൊണ്ട് ഒരു പഴയ ആളെന്ന സുപ്രീം കോടതി എടുത്തിരിക്കുന്ന സുപ്രധാനമായ തീരുമാനം, അത് ചോദിക്കാതെ എടുത്ത തീരുമാനം എന്ന നിലയ്ക്ക് നിങ്ങൾ സുപ്രീം കോടതി കൂടി വിമർശിക്കുന്നു. ഇന്ന് വേറെയും BJP നേതാക്കളിൽ നിന്ന് അത്തരം പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. ജുഡീഷ്യറിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. ആ ചോദ്യം ചോദിക്കുമ്പോൾ താങ്കൾ അസ്വസ്ഥനാണ്. താങ്കളുടെ അസ്വസ്ഥത തുടക്കം മുതൽ ഞാൻ കാണുന്നു. Debate with Smriti Parthikad.